വീടിന് വെളിയിൽ ഗാർഡനിലാകട്ടെ പെരയ്ക്കകത്താകട്ടെ എവിടെ നോക്കിയാലും എലി ശല്യം, അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം, പല്ലി ശല്യം. എലി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, പാമ്പിൻ്റെ ശല്യവും ഇപ്പം കൂടുതലാണ്. അപ്പോൾ ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തേത് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് മില്ലറ്റാണ്. ബെർണിയാഡ് മില്ലറ്റാണ് എടുക്കുന്നത്. കുതിരവാലി എന്നൊക്കെ പറയും. മില്ലറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അത് 2 കപ്പ് എടുക്കുന്നുണ്ട്. മില്ലറ്റിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ്. മില്ലറ്റ് ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ് ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ഇവയിൽ ധാരാളം നാരുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ഇരുമ്പ് ഇവ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഈ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രമേഹം നിയന്ത്രിക്കുന്നു, വണ്ണം കുറയാൻ സഹായിക്കുന്നുണ്ട്, ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എല്ലുകളെ ബലപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. 2 കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മില്ലറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ട് വേണം, എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ച് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് നിരത്തിയിട്ടിട്ട് ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചൊന്ന് ഡ്രൈ ആക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ട് അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം മിക്സർ ജാറിലോട്ട് മില്ലറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും. അരി പൊടിക്കുന്നതിൻ്റെ അത്രയൊന്നും നമുക്ക് ആയാസപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പക്ഷേ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് വേണം അത് പൊടിച്ചെടുക്കാനായിട്ട്. കാരണം അത് പൊടിഞ്ഞ് വരുമ്പോൾ ചെറിയ അരിമണികളാണെങ്കിലും അത് പൊടിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ പൊടിയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് വേണം. ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് എല്ലാം ഇട്ടിപ്പം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള അരിപ്പ വെച്ചിട്ട് ഞാൻ അരിച്ച് നോക്കുന്നുണ്ട്. അപ്പം ചെറിയ അരിപ്പാണ് എടുത്തത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പിന്നെ വലിയ അരിപ്പ എടുത്തിട്ട് അതിൽ ആണ് അരിച്ചെല്ലാം എടുക്കുന്നത്. മില്ലറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടാകും. അവർക്ക് അവധിയാണെങ്കിൽ ഒന്ന് സോക്ക് ചെയ്യണം. ഒരു മിനിമം 2 മണിക്കൂർ. നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താണ് അരിച്ചെടുത്തത്. അതുപോലെ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ അരി ഇതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് പൊടിയാത്ത കുറേ കട്ടായിട്ടുള്ള അരി ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ അരി പൊടിയൊന്നും അങ്ങനെയില്ല, കട്ടായിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മില്ലറ്റ് കൊണ്ടുള്ള പുട്ടുപൊടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം നല്ലൊരു ഐഡിയ ആണ്. മില്ലറ്റ് ഇങ്ങനെ പൊടിച്ച് വിൽക്കുക എന്നുള്ളത് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത്. നമ്മളങ്ങനെ അരിച്ചെടുത്തിട്ട് അതൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓണാണ്. എന്നിട്ട് ചെറു തീയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ അരി എങ്ങനെയാണോ പൊടിച്ചെടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ മില്ലറ്റ് പൊടിച്ചെടുക്കുന്നത്. ഈ മില്ലറ്റിൻ്റെ പൊടിക്ക് നല്ല നനവുണ്ട്. അപ്പോൾ ആ നനവൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമ്മൾ ചെറു തീയിൽ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കത്തില്ല, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വറുത്തെടുക്കുന്നത്. പക്ഷേ അരിപ്പൊടി വറുത്തെടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് നമ്മൾ ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് നമുക്ക് മില്ലറ്റിനോടുള്ള പുട്ടുപൊടി വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. മില്ലറ്റിൻ്റെ പൊടിച്ചതെല്ലാം പൊടിയുടെ ഒരുമിച്ച് ആ പാനിലോട്ട് ഇട്ട് കൊടുത്താണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചെറു തീയിൽ ഒട്ടും തീയൊന്നും കൂട്ടി വെക്കരുത്, അത് വാങ്ങിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ചെറു തീയിൽ നിന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ പൊടി ചൂടാവുന്നതനുസരിച്ച് അതിൻ്റെ കട്ടയെല്ലാം കെട്ടിയിരിക്കുന്നതെല്ലാം മാറി അത് പൊടി നല്ല പൊടിയായിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ഇപ്പം തന്നെ പുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊടിയെല്ലാം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് പൊടി എടുത്ത് വെച്ചേക്കാനാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് പൂപ്പലമയമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വെച്ചേക്കാനാണെങ്കിൽ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം.
2 കപ്പ് മില്ലറ്റാണ് എടുത്തത്. ഇപ്പം പൊടിച്ച് വന്നപ്പോൾ 4 കപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 പേർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. പൊടി എടുത്തൊന്ന് നോക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ പൊടിയിലെ വെള്ളമയമൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാൽ നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ തന്നെ പുട്ടുണ്ടാക്കുകയായതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ചൂടാക്കി എടുത്തില്ല. അങ്ങനെ എടുത്തിട്ട് പിന്നെ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. കട്ടയൊന്നും ഒട്ടും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ മില്ലറ്റിൻ്റെ പുട്ടുപൊടി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അരിച്ചെടുത്ത ആ മില്ലറ്റിൻ്റെ പുട്ടുപൊടിയിൽ നിന്ന് 2 കപ്പ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെയുള്ള വലുപ്പത്തിലുള്ള ബൗളിലോട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ശകലം ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് മില്ലറ്റിൻ്റെ പൊടി മാറ്റി വെച്ചില്ല, അതിലോട്ട് ആണ് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അത്രയൊന്നും വെള്ളം ഇതിന് വേണ്ട. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കട്ട കെട്ടി പോവും. അതുകൊണ്ട് സ്പൂണിൽ കോരി ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണ നമ്മൾ പുട്ടിന് നനയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ആ പൊടിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നനച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല. ഇപ്പം കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം മിക്സ് ആക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നനവൊക്കെ എല്ലാ പൊടിയിലും നന്നായിട്ട് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റൊക്കെ നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ് ഈ മില്ലറ്റ് കൊണ്ടുള്ള എല്ലാ റെസിപ്പിയും. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ മിക്സഡ് ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒട്ടും കട്ടയൊന്നും അരിപ്പൊടിയുടെ അത്രയൊന്നും കട്ടയൊന്നും ഇതിനകത്ത് ഒന്നും പിടിക്കത്തില്ല. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പൊടിയാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര സോഫ്റ്റാണ്, വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ തട്ടെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേങ്ങ എല്ലാം 4 തട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ആ മില്ലറ്റിൻ്റെ പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുകുറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ കപ്പ് ഇനി നമ്മുടെ മില്ലറ്റിൻ്റെ പൊടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ടോപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് പോകരുത്. എല്ലാം നിറഞ്ഞു വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിലോട്ട് ഇതൊന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കമത്തി വെച്ച് കൊടുത്താൽ മതി. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച പൊടിയിൽ നിന്ന് ആദ്യം 2 കപ്പ് എടുത്ത് നനച്ച് വെക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ളതും കൂടെ നനച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ മില്ലറ്റ് കൊണ്ടുള്ള ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഡയബറ്റിക് ആയവർക്കും അതുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ഇപ്പോൾ 4 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് അപ്പച്ചമ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി ഒന്ന് എടുക്കുന്നുണ്ട്. ഒരു 12 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് നന്നായിട്ട് ആവി കയറി നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു പപ്പടം വെച്ചിട്ട് ഞാനതൊന്ന് കഴിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ പഴവും കൂട്ടിയാണ് ഞാനിവിടെ ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ. അടുത്ത രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഒരു പാത്രത്തിലോട്ട് പൊടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളത്തോടെ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി മാറ്റി വെക്കുന്നു. എന്നിട്ട് അതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു. വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ചൂടൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ മുട്ടത്തോട് ഉണ്ടാക്കിയ ഈ സൊല്യൂഷൻ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. അപ്പം കുറച്ച് മുട്ടത്തോട് ഉണ്ടാക്കിയ ആ സൊല്യൂഷൻ ആണെങ്കിൽ കുപ്പിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഡെറ്റോളോട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പല്ലി, എലി, പാറ്റ ഇവയുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മുട്ടത്തോട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോട് വേണം ഉപയോഗിക്കാൻ, എന്നാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് 2 പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ടത്തോട് ഉണ്ടാക്കിയ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് കാരണം ഇത് വന്ന് എലികളും പല്ലി, പാറ്റയൊക്കെ വന്ന് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, വിനീഗറൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ഇത് വയറ്റിൽ ചെന്നിട്ട് അതിന് ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടായി, പരവേശം ഉണ്ടായി ആ സ്ഥലത്ത് തന്നെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് ചത്തു പോവുകയാണ് ചെയ്യുന്നത്. ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. പല്ലി, പാറ്റ, അതുപോലെ എലിയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എലികൾ, പല്ലി, പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലുള്ള സ്ഥലത്തായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്, അതുപോലെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൽ, അതുപോലെ വിറകൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ വീടിന് വെളിയിലാണെങ്കിൽ ചെടികളൊക്കെ നമ്മൾ വെക്കുമല്ലോ, അതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമുക്കിത് വെക്കാവുന്നതാണ്. അതുപോലെ കോറിഡോറ്, അതുപോലെ സ്റ്റെയർ കേസ്, അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റെയർ കേസൊക്കെ അതുവഴിയാണെങ്കിൽ ഡിഷ് ടിവിയുടെ വള്ളി കിടപ്പുണ്ടെങ്കിൽ ആ വള്ളിയിൽ കൂടെ ഈ എലിയുടെ ശല്യം രൂക്ഷമായിരിക്കും. അത് വീടിനകത്തോട്ട് കയറുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇത് വന്ന് കുടിച്ചിട്ട് ആ പരവേശത്തിൽ ആ സ്ഥലത്തു തന്നെ ഓടിപ്പോവും. അടുത്ത മൂന്നാമത്തെ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു മുട്ടത്തോട് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ബേക്കിംഗ് സോഡ, അതുപോലെ ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് കാട്ടിൽ ഏറ്റവും ബെസ്റ്റ് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് ഒരു പാരസെറ്റമോളോട് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ 3 പോർഷനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എലിയൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ എലിയെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരയോടെ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എലി വന്നു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കൊണ്ടുവെക്കാം. അതുപോലെ എലി മാത്രമല്ല, പല്ലി, പാറ്റയൊക്കെ വന്ന് ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ, ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഇതിന് വയറ്റിൽ ചെന്നിട്ട് പരവേശം എടുത്തിട്ട് ഡൈജസ്റ്റീവ് പ്രോബ്ലമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പരവേശം എടുത്തിട്ട് ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ ഇത് ചത്തു പോവുകയും ചെയ്യും. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനും മറന്നു പോരുതേ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ എടുക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത 4ാമത്തെ ടിപ്പ്, ഇതുപോലുള്ള ഡപ്പകളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ്. അപ്പോൾ ഡപ്പ ഒന്ന് തുറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുപ്പിയുടെ അടപ്പാണ് നമുക്ക് വേണ്ടത്. ആ അടപ്പ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് ഇവിടെ കാണിക്കുന്ന പോലെ പിച്ചാത്തി കൊണ്ടൊരു വെട്ടുണ്ടാക്കിയിട്ട് പിന്നെ ഒരു കത്രിക എടുത്തിട്ട് അതൊന്ന് 2ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഓരോ ക്യാപ്പും 2 പോർഷനാക്കി നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ ക്യാപ്പയിലോട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡപ്പയിലോട്ട് ഡപ്പയുടെ ഉള്ളിൽ വശത്താണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ക്യാപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഹാഫ് ആക്കിയല്ലോ, അതിൻ്റെ ആ റൗണ്ടായിട്ടുള്ള ഭാഗം താഴോട്ട് വരത്തക്ക രീതിയിൽ ആയിരിക്കണം നമ്മൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ ഇരിക്കാനായിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡപ്പയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ആ ചുട്ടിയെടുത്ത പേപ്പറൂടെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത ആ പേപ്പറാണെങ്കിൽ ആ ക്യാപ്പയിലോട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പറിൻ്റെ ആ കമ്പ് പോലെ നമ്മൾ വെച്ചിരിക്കുന്ന അതിലോട്ട് ഞാനിവിടെ വളയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാനൊന്നും മറന്നു പോരുതേ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ ഉണ്ട് തന്നെ ചെയ്ത് വെക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.